പുറത്തേക്ക് ഇറങ്ങിയാലോ? ശരി. സായിയെ കാണുന്നില്ലല്ലോ. അദ്ദേഹം വന്നാ ഉടനെ പുറപ്പെടാം. സായി, വാ പോകാം. വണ്ടികളൊക്കെ പോയിക്കഴിഞ്ഞു. ചാന്തുബായ്, നിങ്ങളും പൊയ്ക്കോളൂ. സായി, അങ്ങില്ലാതെയോ? ഞാനെപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ഞാനും ഈ സ്ഥലവും തമ്മിൽ ഇഴപിരിയാത്ത ബന്ധമുണ്ട്. ഞാൻ ഗുരുസേവ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നോളാം. അങ്ങില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കാരാണ് സായി? ചാന്തുബായ്, ഇപ്പോൾ മാത്രമല്ല, ഞാനില്ലെന്ന് നിങ്ങൾ വിചാരിച്ചപ്പോഴും ഞാനുണ്ടായിരുന്നു. ഇനി എപ്പോഴും ഉണ്ടായിരിക്കും. ഞാനെന്ന് വച്ചാൽ ഇപ്പോൾ കാണുന്ന ഞാനല്ല. ആ ഞാൻ ആത്മാവായി എല്ലായിടത്തും ഉണ്ടായിരിക്കും. ഈ സ്ഥലം എന്നോട് ഇവിടെ തന്നെ ഇരിക്കാൻ പറയുന്നു. നീ പുറപ്പെടൂ ചാന്തുബായ്. നീ എന്നെ എപ്പോൾ വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. അങ്ങനെ അവിടെ വന്നവന്റെ പേര് സായി എന്നാണ്. ആ മഹൽസാപതി നാമകരണം ചെയ്തിട്ട് ആ പക്കീറിനെ സായിന്ന് വിളിച്ചൂന്നേ. ആ കിളവി ചിരിച്ചോണ്ട് വന്ന് അവനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി അങ്ങേരെ തലയിൽ വെച്ചോണ്ട് നടക്കുന്നത് കാണുമ്പോഴേ യജമാനെ അങ്ങയുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് തോന്നും. ഇന്നലെ വരെ ആ ദേവിദാസനെയും ജാനകിദാസനെയും നല്ലോണം പുകഴ്ത്തിയിരുന്നു. അവനെ 2 ദിവസത്തിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാട്ടയെന്നല്ല. എന്നോട് അത്രയ്ക്ക് ബഹുമാനം ഉള്ളതുകൊണ്ടാടാ നിന്നെ ആരും ഒന്നും പറയാത്തത്. ഇല്ലെങ്കിലേ നിന്നെ എന്നേ സ്കൂളിൽ നിന്ന് അവർ പുറത്താക്കിയേനെ. അവനോ എന്തൊക്കെയോ വേദോപദേശങ്ങൾ നൽകിക്കൊണ്ട് ആ മരത്തിന്റെ മൂട്ടിൽ തന്നെ കുറ്റിയടിച്ചങ്ങുന്നേ. അടിഞ്ഞുകൂടൂടാ. എങ്ങനെ അടിഞ്ഞുകൂടാതിരിക്കും? ആ മരം എന്താ അവന്റെ അപ്പൂപ്പന്റെ മുറുക്കാൻ സഞ്ചിയോ അതോ അവന്റെ അമ്മൂമ്മയുടെ സ്വത്തോ? അവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ മുള്ള ആണിയായിട്ടും ആണി ഈട്ടിയായിട്ടും എന്റെ നെഞ്ചിൽ തന്നെ കുത്തിയിറക്കും. ഡാ ഫക്കീറെ, കാണിച്ചു തരാടാ ഞാൻ ആരാണെന്ന് നിനക്ക് ഉടനെ തന്നെ കാണിച്ചു തരാം. ദൈവം അവിടുത്തെ രൂപത്തിൽ കാണപ്പെടുന്നില്ലെങ്കിലും ഇവിടെ കാണുന്നതെല്ലാം ദൈവത്തിൻ്റെ രൂപമല്ലേ? അതും സത്യമാണ്. പഞ്ചഭൂതങ്ങളടങ്ങിയ ഈ ലോകം ഞാൻ തന്നെയാണെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. അങ്ങൊരു യുവാവായിരുന്നിട്ട് പോലും ജ്ഞാനം കൊണ്ട് ജ്വലിക്കുകയാണല്ലോ. നിങ്ങളുടെ അനുഭാവം കൊണ്ടാണ് എന്നെപ്പോലെയുള്ള പക്കീർമാർ പണ്ഡിതന്മാരാകുന്നത്. എന്തായി പറയുന്നേ? കാഴ്ചയിൽ അങ്ങ് പക്കീറിനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് അവതാര പുരുഷനായിട്ടാ തോന്നുന്നേ. അങ്ങ് സാക്ഷാൽ ദൈവത്തിന്റെ സ്വരൂപമാണ്. ഈ സൃഷ്ടികളിൽ എല്ലാവരും ദൈവത്തിൻ്റെ സ്വരൂപങ്ങളാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും അഭിവാദനത്തിന് പ്രത്യഭിവാദ്യം ചെയ്യുന്നത്. സ്വാമികൾക്ക് എന്റെ നമസ്കാരം. സാധുക്കൾക്ക് ജ്ഞാനയോഗയോട് ചേർന്ന് നല്ല നിയന്ത്രണത്തിലിരുന്നാൽ നല്ലത്, മാരുതിയെപ്പോലെ. അതേ സായി. ധ്യാനയോഗങ്ങൾക്ക് ശുദ്ധമായ നിയന്ത്രണമുണ്ടായാൽ തത്വം അതിവേഗം മനസ്സിലാകും. വന്നാലും ദേവിദാ സ്വാമി. സ്വാമി പൂജയാണെന്ന് പറഞ്ഞല്ലോ. എവിടെയാണ്? എവിടെയാ? ഇവിടെയോ? അതെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്നോ? വലിയ ഭാഗ്യശാലിയാണല്ലോ. അതെ, സ്വാമിയുടെ ദർശനം ലഭിച്ചവര് ഭാഗ്യവതിയല്ലേ? ഈ ചെറുപ്രായത്തിൽ ദൈവത്തെ നേരിൽ കാണാൻ കഴിയുന്നു എന്നത് നിങ്ങളുടെ ആത്മീയതയും ദീർഘക്ഷമയും വെളിവാക്കപ്പെടുന്നു. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിച്ചതുപോലെയുണ്ട്. അതുകൊണ്ടാ എന്റെ ജന്മം എന്റെ സ്വാമിക്ക് തന്നെ സമർപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. നിങ്ങളുടെ തീരുമാനം ദൈവം തീർച്ചയായും സ്വീകരിക്കും. ശരിയായ ഭക്തജനങ്ങളെ ദൈവം ഒരിക്കലും മറക്കില്ല. മറക്കില്ലെന്നുള്ള ധൈര്യത്തിലാ
എൻ്റെ സ്വാമിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. നിങ്ങൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ആ ദേവാദിദേവനെ ഈ എന്നെപ്പോലുള്ളവർക്ക് എപ്പോൾ ദർശിക്കാൻ കഴിയും? എനിക്ക് സ്വാമി ദർശനം ലഭിച്ചാൽ നിങ്ങൾക്ക് ദേവീ ദർശനം ലഭിച്ച പോലെയല്ലേ? ദേവീ ദർശനമോ? അതെ, നിങ്ങളുടെ ദേവീ ദർശനം. നിങ്ങൾ ദേവി ഭക്തനായി ദേവിദാസ് എന്ന പേര് സ്വീകരിച്ചെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ആ ദൈവം ഏത് രൂപത്തിൽ ദർശനം നൽകിയാലും എൻ്റെ ജീവിതം ധന്യമാകും. നിങ്ങൾ ധരിച്ചതുപോലെയല്ല ഈ ദേവി. അതെ, നിങ്ങളുടെ ദേവി നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. പൂജാമുറി എവിടെയാണ്? ദാ ഇവിടെയാണ്. വരൂ. വരൂ. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നേ? ഇതിലെന്താ പറയാനിരിക്കുന്നത്? ഞാൻ ഇവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതിലൊരു തീർപ്പുണ്ടാക്കി ഞങ്ങളുടെ വംശത്തെ രക്ഷിക്കണം അങ്ങുന്നേ. അങ്ങനെ കുട്ടികളുണ്ടാവാത്തത് എൻ്റെ ഭാഗ്യക്കേടാണെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചോളാം. വിവാഹമോചനം നടത്തിക്കഴിഞ്ഞ് ഇദ്ദേഹം വേറെ വിവാഹം കഴിച്ച എൻ്റെ ഗതി എന്താവും? അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കാണെങ്കിൽ കുട്ടികളുണ്ടാവില്ല, ഇവനാണെങ്കിൽ കുട്ടികളെ വേണം. നിങ്ങൾക്കാണെങ്കിൽ ഭാഗ്യമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് രണ്ടാം വിവാഹവും നിങ്ങൾക്ക് വിവാഹമോചനവും പഞ്ചായത്ത് തീരുമാനം അനുസരിച്ചേ മതിയാകൂ. നീതിയും ധർമ്മവുമാണ് നടപ്പിലാക്കേണ്ടത്, അല്ലാതെ വിധി പ്രസ്താവിക്കലല്ല. ഇയാളാരാ ഇടയ്ക്കേറി പറയാൻ? അറിയില്ല. നീ ആരായി ന്യായവും ധർമ്മവും ഒക്കെ പറയാൻ? ഞങ്ങളുടെ വിധിയിൽ ഈ നീതി ന്യായമൊക്കെ ഉണ്ട്. ഇതുവരെ ഞങ്ങൾ എത്രയോ വിധി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ന്യായവും ധർമ്മവും ഈ ലോകത്തിൽ എങ്ങനെയായിരുന്നാലും നിങ്ങളിൽ അങ്ങനെ ആയിരിക്കരുത്. അപ്പോൾ അത് എവിടെയാണെന്ന് നിങ്ങൾ തന്നെ പറയൂ. സത്യത്തിൽ ഭാര്യയ്ക്ക് സന്താനഭാഗ്യമില്ലാത്തതുകൊണ്ടാണോ ഉപേക്ഷിക്കുന്നത്? ഇനിയും ഒരു വിവാഹം ചെയ്ത് അവൾക്കും സന്താനഭാഗ്യമുണ്ടായില്ലെങ്കിൽ അവളെയും ഉപേക്ഷിക്കുമോ? ഇവളെ നീ ഉപേക്ഷിക്കുന്നത് മക്കളുണ്ടാകാത്തത് കൊണ്ടല്ല, നിനക്കിഷ്ടമില്ലാത്തത് കൊണ്ടാ. അവരൊക്കെ ആരാണ്? അവരോ എൻ്റെ അച്ഛനും അമ്മയും.
നിനക്കെപ്പോഴെങ്കിലും അച്ഛനെയും അമ്മയും ഇഷ്ടമില്ലാതായാൽ ഇവരെ ഉപേക്ഷിച്ചിട്ട് മറ്റാരെയെങ്കിലും മാതാപിതാക്കളായി സ്വീകരിക്കുമോ? അതെങ്ങനെ? ഇവരെന്റെ മാതാപിതാക്കളാ, അവരെ എങ്ങനെ ഉപേക്ഷിക്കും? അപ്പോൾ നിനക്കിഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഭാര്യ ഉപേക്ഷിക്കുന്നത്? അവരും ഇവളും തമ്മിൽ വ്യത്യാസമില്ലേ? എന്ത് വ്യത്യാസമാണുള്ളത്? അത് മാതാപിതാക്കൾ. ഇവള് വന്നു കയറിയത് എവിടെ വന്നു? എന്റെ വീട്ടിലേക്ക് വന്നു. എന്ന് വെച്ചാൽ എന്നോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കാൻ വിവാഹം കഴിച്ച് എന്റെ വീട്ടിലേക്ക് വന്നത്. കുടുംബം നടത്തുക എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവ് ഒന്നുചേരുന്നത്. ഒന്നായാൽ പിന്നെ രണ്ടുണ്ടാകില്ലല്ലോ. അവരൊക്കെ ആരാണ്? ആ, അവരോ എന്റെ അച്ഛനും അമ്മയും. നിനക്കെപ്പോഴെങ്കിലും അച്ഛനെയും അമ്മയും ഇഷ്ടമില്ലാതായാൽ ഇവരെ ഉപേക്ഷിച്ചിട്ട് മറ്റാരെയെങ്കിലും മാതാപിതാക്കളായി സ്വീകരിക്കുമോ? അതെങ്ങനെ? ഇവരെന്റെ മാതാപിതാക്കളാ, അവരെ എങ്ങനെ ഉപേക്ഷിക്കും? അപ്പോൾ നിനക്കിഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഭാര്യ ഉപേക്ഷിക്കുന്നത്? അവരും ഇവളും തമ്മിൽ വ്യത്യാസമില്ലേ? എന്ത് വ്യത്യാസമാണുള്ളത്? അത് മാതാപിതാക്കൾ. ഇവള് വന്നു കയറിയത് എവിടെ വന്നു? എന്റെ വീട്ടിലേക്ക് വന്നു. എന്ന് വെച്ചാൽ എന്നോടൊപ്പം ദാമ്പത്യ ജീവിതം നയിക്കാൻ വിവാഹം കഴിച്ച് എന്റെ വീട്ടിലേക്ക് വന്നത്. കുടുംബം നടത്തുക എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവ് ഒന്നുചേരുന്നത്. ഒന്നായാൽ പിന്നെ രണ്ടുണ്ടാകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നാണെന്നല്ലേ അർത്ഥം? ഒരാളെ രണ്ടായി പിരിക്കാൻ സാധിക്കുമോ? പിന്നെ നീ എന്തിനാണ് പിരിച്ചു മാറ്റണമെന്ന് ആലോചിക്കുന്നത്? ഭർത്താവിൽ ഭാര്യയെ കാണാനാകണം, ഭാര്യയിൽ ഭർത്താവിനെയും കാണാനാകണം. അതാണ് ദാമ്പത്യം. ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് മാതാപിതാക്കളെയും മക്കളെയും മുത്തശ്ശന്മാരെയും ഉപേക്ഷിക്കുമോ? അതുപോലെ തന്നെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും. ഒരിക്കൽ ഒന്നിപ്പിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കണം. അത് നമ്മൾ മനസ്സ് വച്ചാലും പിരിയില്ല. ഭാര്യ എന്നാൽ ഭർത്താവിൻ്റെ പാതിയാണ്, നിന്റെ പ്രതിബിംബം. അങ്ങനെയുള്ള ഭാര്യയെ എന്തിനാണ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ചെയ്യുന്നതും തെറ്റ്, പ്രേരിപ്പിക്കുന്നതും തെറ്റു തന്നെ. ദൈവത്തെ പോലെ ഒന്ന് രക്ഷിച്ചു സ്വാമി. അല്ലാ മാലിക്. പരിപൂർണ സമാധാനത്തോടെ ഛായാദേവിയുടെ പൂജ ചെയ്തപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പൂജയെല്ലാം വളരെ ഭംഗിയായി നടന്നു സ്വാമി. ദൈവാനുഗ്രഹത്താൽ നന്നായി നടന്നു. ഞാൻ പറഞ്ഞതുപോലെ ചെയ്ത് ഛായാദേവി സ്വാമിയെ വണങ്ങി. സ്ത്രീകൾ കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഭക്തിയോടെ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാ. അതെ, പുരുഷന്മാരെക്കാളും സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുള്ളവരാ. ചെറുപ്രായത്തിൽ തന്നെ സ്വാമി ദർശനം കിട്ടിയ ഛായാദേവി ഭാഗ്യവതിയാ. പക്ഷേ ചില സ്ത്രീകൾ മാത്രം ലോകസുഖത്തിനു വേണ്ടി തേടി നടക്കുകയാണ്. അതെ അതെ, അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷേ ഛായാദേവിയുടെ ഭക്തി കണ്ടാൽ അവളിൽ അടങ്ങിയിരിക്കുന്ന ദൈവികത ദൃശ്യമാകുന്നുണ്ട്. സന്യാസികളുടെ തപസ് മുടക്കാൻ സ്ത്രീകൾ വന്നിട്ടുള്ളതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. സാധനയിൽ ലക്ഷ്യവും ദീക്ഷയിൽ പരിശുദ്ധിയും ഉണ്ടെങ്കിൽ ആ തപസ് പൂർണ്ണതയിലെത്തും.